ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇത് നമ്മളുടെ വെയിൽസ് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ നമ്മൾ ബെൽഫാസ്റ്റിൽ നിന്ന് ഷിപ്പ് കയറി ലിവർപൂൾ വന്നു. ലിവർപൂളിൽ നിന്ന് കാർ ഇറക്കി നമ്മൾ ഡ്രൈവ് ചെയ്ത് ഇംഗ്ലണ്ടിലെ ബോസ്റ്റണിലേക്ക് വന്നു. അവിടെയാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉള്ളത്. അപ്പോൾ ഇന്നലെ നൈറ്റ് നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് നമ്മൾ വെയിൽസിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വെയിൽസിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത് വെയിൽസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ കാർഡിഫിലേക്കാണ്. കാർഡിഫിൽ നമ്മൾ കുറച്ചധികം ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. അതിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ പോകുന്നത് പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ബ്രിഡ്ജുണ്ട്. അതായത് ഇംഗ്ലണ്ടിനെയും വെയിൽസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കടൽ പാലമാണ്. അതിന് 5 കിലോമീറ്ററോളം നീളമുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഡ്രൈവ് ചെയ്യുക. പിന്നീട് അത് ബ്രിഡ്ജിനെ നേരെ കാണാൻ വേണ്ടി ആ ബ്രിഡ്ജിൻ്റെ തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പോൾ പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ് വ്യൂ പോയിൻ്റ്, അവിടേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം നമ്മൾ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വെയിൽസിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ കാർഡിഫിലേക്ക് പോകും. അപ്പോൾ രാവിലെ ഒരു 8 മണിയാകുമ്പോൾ തന്നെ നമ്മൾ ഫുൾ പാക്കിങ്ങും കഴിഞ്ഞ് കാറൊക്കെ ലോഡ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബോസ്റ്റൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ ഒരു മൂലയ്ക്കുള്ളൊരു സിറ്റിയാണ്. അതിനൊരു വലിയ സിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായ ലണ്ടൻ്റെ പകിട്ടോ അല്ലെങ്കിൽ നഗരങ്ങളുടെ തിരക്കോ ഉള്ളൊരു സ്ഥലമല്ല ബോസ്റ്റൺ. ഇതിവിടെ മെയിൻലി കൃഷിയാണ് പ്രധാനമായി നടക്കുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു ജിയോഗ്രഫി കണ്ടാൽ നമുക്ക് തോന്നുക. അത്രയും പച്ചപ്പും മരങ്ങളും ഉള്ളൊരു സ്ഥലമാണ്. കൂടാതെ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വലതുഭാഗത്ത് കാണുന്നതൊരു കൃഷിപ്പാടമാണ്. ഇവിടെ പലപ്പോഴും മെയിനായിട്ട് നമ്മൾ കാണുന്ന കൃഷി കോളിഫ്ലവർ, ക്യാബേജ്, ഉരുളക്കിഴങ്ങ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൃഷി നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ ഈ വഴി നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട്. നമ്മൾ താമസിച്ച ബോസ്റ്റണിൽ നിന്നും ഈ പറഞ്ഞ ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് 180 മൈലോളമാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. 3.5 മണിക്കൂർ ഡ്രൈവിംഗ് ടൈം ഉണ്ട്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ നല്ല വെതറാണ്. രാവിലെ തന്നെ സൂര്യൻ വന്നിട്ടുണ്ട്, നല്ല വെളിച്ചമുണ്ട്. അപ്പോൾ നല്ല പോസിറ്റീവ് വൈബാണ്. അപ്പോൾ നല്ല റോഡും നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് ചില റോഡ് പണി കാരണം ഗൂഗിൾ മാപ്പ് നമ്മൾ ചില ഊടുവഴികളിലേക്കൊക്കെ പറഞ്ഞു വിട്ടും. വേറൊരു കാറും ഓപ്പോസിറ്റ് വന്നാൽ നമുക്ക് വഴിമാറി പോകാൻ പോലും സ്ഥലമില്ലാത്ത അത്രയും ചെറിയ റോഡുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടു. പക്ഷേ അതൊന്നും ട്രിപ്പിൻ്റെ മൂഡിനെ ബാധിച്ചിട്ടില്ല. റോങ് ടേൺസ് ഗീവ്സ് നൈസ് വ്യൂ എന്നാണല്ലോ. എന്തായാലും നമ്മൾ ഫുൾ ത്രോട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളിങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില വളവുകളൊക്കെ അങ്ങനെ തിരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പണ്ടത്തെ വിൻഡോസിൻ്റെ വാൾപേപ്പർ പോലെയുള്ള ലാൻഡ്സ്കേപ്പൊക്കെ കാണാൻ പറ്റും. സോ ബ്യൂട്ടിഫുൾ. നല്ല രസമാണ് അതിങ്ങനെ കണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഏകദേശം നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ട് 1.5 മണിക്കൂറോളം കഴിഞ്ഞു. നമുക്കെല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. നമ്മൾ ജസ്റ്റ് ഒരു ചായ കുടിച്ച് രാവിലെ ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോങ് ടേൺസ് ഗീവ്സ് നൈസ് വ്യൂ എന്ന്. ഇപ്പോൾ റോങ് ടേൺ എടുത്തത് കൊണ്ട് ഇവിടെ നല്ലൊരു സ്പോട്ട് കിട്ടി നമുക്ക് നിർത്തി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ട് അഭിജിത്ത് കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവൻ നല്ലൊരു കുക്കാണെന്ന് ഞങ്ങൾ ഇന്നലെയാണ് അറിഞ്ഞത്. നൈസ് ബിരിയാണി ആയിരുന്നു. അപ്പോൾ അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് പൊതിഞ്ഞെടുത്തു. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ ബ്യൂട്ടിഫുള്ളായ കൺട്രി സൈഡിലെ റോഡുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ വളരെ തിരക്കേറിയ മോട്ടോർ വേയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 1/2 മണിക്കൂർ കൂടെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ആ ബ്രിഡ്ജിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് എത്തും. ശരിക്കും ഇംഗ്ലണ്ടിനും വെയിൽസിനും ഇടയിൽ നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ ബ്രിഡ്ജ് അല്ലാതെ വേറൊരു ബ്രിഡ്ജ് കൂടെ ഉണ്ട്. അതിൻ്റെ പേര് സെവേൺ ബ്രിഡ്ജ് എന്നാണ്. അതൊരു 1.5 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജാണ് ഏറ്റവും മുകളിൽ കാണുന്ന ബ്രിഡ്ജ്. താഴത്തെ ബ്രിഡ്ജാണ് 5.5 കിലോമീറ്റർ നീളമുള്ള പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ്. നമ്മൾ അതിൻ്റെ വ്യൂ പോയിൻറ്റിലേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ 2 ബ്രിഡ്ജും കാണാൻ പറ്റും. യെസ് ഗായ്സ്, നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇവിടെ ദൂരെ നിന്ന് തന്നെ ആ 7 ബ്രിഡ്ജിൻ്റെ തൂണുകൾ കാണാൻ പറ്റും. ദൂരെ 2 വെള്ള കളർ കാണുന്നില്ലേ, അതാണ് 7 ബ്രിഡ്ജിൻ്റെ തൂണ്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും ഒരു 5 മിനിറ്റിനകത്ത് നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തുന്നുണ്ടാവും.
അങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ്. ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ആലോചിച്ചത് ഒരു ബ്രിഡ്ജ് തന്നെയല്ലേ, ഇതിന് മാത്രം എന്താണ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് തന്നെയായിരുന്നു നമ്മളും വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത്രയ്ക്ക് മോശമൊന്നുമല്ല, വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷനാണ്. ഒരു എൻജിനീയറിംഗ് മാർവൽ എന്നൊക്കെ വേണം തന്നെ പറയാം. 5.5 കിലോമീറ്റർ നീളമുള്ള ബ്രിഡ്ജാണ്. കാണാനൊരു രസവും അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ ഒരു അത്ഭുതമൊക്കെ തോന്നും. അപ്പോൾ ഇതാണ് പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് സെവൻ ബ്രിഡ്ജ്. അതാണ് ഇപ്പോൾ നമ്മൾ വെള്ള കളറിൽ കാണുന്ന ആ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജിന് 1.5 കിലോമീറ്ററാണ് നീളം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ലൊക്കേഷൻ നമ്മളെ നിരാശപ്പെടുത്തിയില്ല. വളരെ നല്ല ഒരു സ്പോട്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹാപ്പി ആയിട്ട് നമ്മൾ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് കുറേയധികം ഫോട്ടോസ് എടുത്തു. വളരെ നൈസായിട്ട് കാര്യങ്ങൾ പോവായിരുന്നു. അപ്പോൾ വെതറും നല്ലതായതുകൊണ്ട് എങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നുള്ള ബ്രിഡ്ജിൻ്റെ ഒരു ഡ്രോൺ ഷോട്ട് എടുത്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡ്രോൺ അങ്ങ് പറത്തി വിട്ടു. അതിനുശേഷം വളരെ നല്ലൊരു ഷോട്ടൊക്കെ എടുത്തു. എന്നിട്ട് ഞാൻ ഡ്രോണെ തിരിച്ച് വിളിക്കാൻ തീരുമാനിച്ചു. അതായത് ഡ്രോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റാത്ത അത്രയും ദൂരത്തിലേക്ക് എയർക്രാഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അതിനെ തിരിച്ച് വിളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് അതെങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് റിമോട്ടിൽ റിട്ടേൺ ടു ഹോം എന്നൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ അമർത്തിയാൽ മതി. ആ ബട്ടൺ അമർത്തിയാൽ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ഡ്രോൺ പറന്ന് പൊങ്ങിയത് ആ ലൊക്കേഷനിലേക്ക് ഡ്രോൺ താനെ തിരിച്ചു വരും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് നല്ല ഷോട്ടെല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം എനിക്ക് ഡ്രോൺ കാണാൻ പറ്റുന്നതിനും അകലെയായിരുന്നു ഡ്രോൺ ഞാൻ പറത്തി വിട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ റിട്ടേൺ ടു ഹോം ബട്ടൺ ഞെക്കി. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടും ഡ്രോൺ ഇങ്ങനെ കറങ്ങുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു, ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഡ്രോൺ വന്നതേ ഇല്ല. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എയർക്രാഫ്റ്റുമായിട്ടുള്ള കണക്ഷൻ ലോസ്റ്റ് ആയെന്ന് മെസ്സേജും സ്ക്രീനിൽ എഴുതി കാണിച്ചു. അങ്ങനെ മനസ്സിലായി ഡ്രോണ് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഡ്രോൺ പോയി എന്ന് പറയുമ്പോൾ ഡ്രോണ് വെള്ളത്തിൽ വീണു. അങ്ങനെ 30,000 രൂപ നമ്മുടെ വെള്ളത്തിൽ പോയി. നമ്മൾ ടോട്ടലി മൂഡ് ഓഫ് ആയിപ്പോയി. ട്രിപ്പ് തുടങ്ങി ഫസ്റ്റ് ദിവസമാണ്. പക്ഷേ ഇനിയും 4 ദിവസം ബാക്കിയുണ്ട്. മൂഡ് ഓഫായി ഇരുന്നത് കൊണ്ട് കാര്യമില്ല, ട്രിപ്പ് കുളമാകും എന്നുള്ളൊരു തോട്ടിൽ നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ വിചാരിച്ചു പറ്റുമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത സിറ്റിയിൽ പോയിട്ട് വേറൊരു ഡ്രോൺ വാങ്ങിക്കാം എന്നൊക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ്സ് നമ്മൾ അവിടെ നിന്ന് വന്നു. പക്ഷേ അഭിജിത്ത് എന്നെ വല്ലാതെ ഇൻസിസ്റ്റ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു, DJIക്ക് ഇത് റിപ്പോർട്ട് ചെയ്യും, ഒരു മെയിൽ അയക്കുക എന്നുള്ളത്. നമുക്ക് ഡ്രോൺ തിരിച്ച് കിട്ടുമല്ലോ, ഒന്നും നോക്കണ്ട, നമുക്ക് മെയിൽ അയക്കാൻ ചിലവില്ലല്ലോ. അങ്ങനെ എന്നാൽ പിന്നെ ഒരു മെയിൽ അയച്ചേക്കാമെന്ന് കരുതി അവിടെ നിന്ന് വന്ന് കുറച്ച് നമ്മൾ DJIക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ട്, റെസ്പോൺസൊന്നും വന്നിട്ടില്ല. അവരെന്ത് പറയുന്ന അറിയില്ല. എന്തായാലും ഡ്രോണ് പോയി. ഇനിയിപ്പോൾ അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ എൻ്റെ സത്യ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ ഡ്രോണ് വീണത് ഡ്രോണിൻ്റെ ഫോൾട്ട് കൊണ്ടാണോ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ നമുക്ക് ഒന്നും അറിയാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. ഡ്രോണ് വെള്ളത്തിൽ വീഴുന്നതിന് തൊട്ട് മുൻപുള്ള 10 സെക്കൻഡ് വീഡിയോൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമുക്ക് റിമോട്ടിൽ നിന്ന് റിട്രീവ് ചെയ്യാൻ പറ്റും. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പ്രിൻസ് ഓഫ് വെയിൽസ് ബ്രിഡ്ജിൻ്റെ വളരെ നല്ലൊരു ഷോട്ട്, പിന്നെ 7 ബ്രിഡ്ജിൻ്റെ ഷോട്ട് എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിത് റിട്ടേൺ വിളിച്ചത്. അതുകൊണ്ടാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ 7 ബ്രിഡ്ജ് കാണുന്നത്. അതും അതിനകത്തുണ്ട്, നല്ല ഷോട്ടുകൾ ഡ്രോണിനകത്തുണ്ട്. പക്ഷേ ഡ്രോണിനകത്തുള്ള മെമ്മറി കാർഡിലാണ് ഇതെല്ലാം സേവ് ആകുക. ഡ്രോണ് വെള്ളത്തിൽ വീണപ്പോൾ ഡ്രോണും പോയി, മെമ്മറി കാർഡും പോയി, നമുക്ക് ആ ഷോട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ട്രിപ്പിൻ്റെ ഒന്നാമത്തെ ദിവസം ഒന്നാമത്തെ ലൊക്കേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡെസ്റ്റിനേഷൻ ആയിരുന്നുവെങ്കിലും അവസാനം അതൊരു ദുരന്തത്തിൽ കലാശിച്ചു. പക്ഷേ എല്ലാവരും കൂടെ മോട്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ തീരുമാനിച്ചു ഒരു ഡ്രോൺ കൂടെ വാങ്ങിച്ചേക്കാം, കാരണം 4 ദിവസം ബാക്കിയുണ്ട്, ട്രിപ്പ് കുളമാവണ്ട എന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ കാർഡിഫിലായതുകൊണ്ടും വെയിൽസിന് ക്യാപിറ്റൽ സിറ്റി ആയതുകൊണ്ടും ഇവിടെ ഞങ്ങൾ സാധാരണ ടെക്ക് വാങ്ങിക്കുന്നൊരു ഷോപ്പുണ്ട്, കറീസ് എന്ന് പറയും. അതിവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം, ഒരു ഡ്രോണോട് വാങ്ങിച്ചേക്കാം എന്ന തീരുമാനത്തിലെത്തി. സന്തോഷത്തോടെയല്ല, പക്ഷേ നിവൃത്തിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മളങ്ങോട്ട് പോകുന്നത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് കണ്ട 7 ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടാണ്. ഇതാണ് 7 ബ്രിഡ്ജ്. വളരെ വലിയൊരു സ്ട്രക്ചറാണ്, ബ്യൂട്ടിഫുൾ ബ്രിഡ്ജാണ്. അതിലൂടെ ഡ്രൈവ് ചെയ്ത് പോകുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു.
അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് അവിടെ അടുത്തുള്ളൊരു ഷോപ്പിംഗ് സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ ടെക്ക് വാങ്ങിക്കുന്ന ആ ഷോപ്പുണ്ട്, കറീസ് എന്ന് പറയും. അപ്പോൾ അവിടെ കയറി അവിടെ നിലവിൽ റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രോൺ, സ്റ്റോക്കിലുള്ള ഒരു ഡ്രോൺ നമ്മൾ വാങ്ങിച്ചു. £850 ആ ഡ്രോണിന്. അതിൻ്റെ വില രൂപയിൽ പറഞ്ഞാൽ എൻ്റെ കയ്യിൽ വീണ്ടും പോവും. അപ്പോൾ മനസ്സമാധാനത്തിന് വേണ്ടി ഞാനത് പറയുന്നില്ല. അപ്പോൾ നമ്മളത് വാങ്ങിച്ച് കഴിഞ്ഞ ശേഷം തീരുമാനിച്ചു, നമ്മൾ രാവിലെ ഒരു 5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ബോസ്റ്റണിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. കൂടാതെ ആ ദുരന്തവും കൂടെ ആകുമ്പോഴേക്കും എല്ലാവരും മനസ്സ് മടുത്തു, നമ്മൾ തളർന്നു പോയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് ട്രിപ്പ് അവസാനിപ്പിച്ച് ബുക്ക് ചെയ്ത റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം എന്ന തീരുമാനത്തിലെത്തി. എന്നിട്ട് നമ്മളിപ്പോൾ ആ റൂമിലേക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്ന് രാത്രി നമ്മൾ താമസിക്കാൻ പോകുന്ന എയർബിഎൻബി. നമ്മൾ വീട് ബുക്ക് ചെയ്തത് നമ്മൾ സൗത്ത് ഓഫ് വെയിൽസിൽ നിന്ന് മുകളിലേക്ക് ഡ്രൈവ് ചെയ്ത് നോർത്ത് വെയിൽസ് വരെ പോവുക എന്ന പ്ലാനാണ് നമ്മളുടെ ഈ 5 ദിവസത്തെ ട്രിപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് രാത്രി താമസിക്കേണ്ട വീട് ബുക്ക് ചെയ്യുന്നത് ഇന്ന് രാവിലെ ഒരു 10 മണി 11 മണിക്ക് ഇടയ്ക്കാണ്. കാരണം നമ്മൾ എവിടെ എത്തും, എങ്ങനെ എത്തും എന്നുള്ളതൊക്കെ അറിഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് ബുക്ക് ചെയ്യുക, അവിടെ താമസിക്കുക, അവിടെ നിന്ന് എണീറ്റ് രാവിലെ എണീറ്റ് അങ്ങനെ ഡ്രൈവ് ചെയ്ത് പോവുക, സമയവും ദൂരവും മെനക്കെടുത്തേണ്ട എന്നുള്ള പ്ലാനിൽ അങ്ങനെ ബുക്ക് ചെയ്തൊരു വീടാണിത്. വളരെ നല്ല വീടാണ്. വീടിനകത്ത് കയറിയപ്പോൾ തന്നെ നമുക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. കാരണം പുതിയ വീട് പോലെ തന്നെ ഉണ്ട്. നല്ല പെയിൻറ്റിൻ്റെ മണവും പുതിയ ഫർണിച്ചറിൻ്റെ മണമൊക്കെ ഉണ്ട്. വളരെ കോംഫിയായ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ നന്നായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ഉണ്ട് വീടിൻ്റെ പുറകിൽ നിന്ന്. പുറകിൽ സൈഡിൽ നമുക്ക് സിറ്റ് ഔട്ട് അല്ല, സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ നന്നായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്ന തരത്തിൽ പുറകിൽ വലിയ മലനിരകളൊക്കെ കാണുന്ന ഒരു ബ്യൂട്ടിഫുൾ ഹൗസാണ് നമുക്ക് ഇത്തവണ എയർബിഎൻബി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ പുതിയൊരു ഡ്രോൺ വാങ്ങിച്ച കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതിൻ്റെ പെട്ടി ഒന്ന് തുറന്ന് നോക്കാതെ ഒരു സമാധാനമില്ല. അപ്പോൾ നമുക്ക് അതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ട്രാവൽ വ്ളോഗിൻ്റെ ചാനലിൽ ഒരു അൺബോക്സിങ് വീഡിയോ കൂടെ. ഓക്കെ, സമാധാനം. ഇനിയിപ്പോൾ എൻ്റെ ബാഗിൽ കൊണ്ട് വെക്കാൻ പറയില്ലല്ലോ. സാർ റിട്ടേൺ അടിക്കാൻ പോവാണല്ലോ അല്ലേ? 800 കുറച്ച് കൂടുതലല്ലേ? 800 നീ അതേ പറയുള്ളൂ. പക്ഷെ അതിനുള്ള പർപ്പസ് എനിക്കില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ ഉപയോഗിച്ച് ശീലിക്കുമ്പോ പർപ്പസ് ഉണ്ടോ ഇല്ലെന്ന് മനസ്സിലാവും ഇനി അങ്ങോട്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണ് എന്നെ ഒരു സാധനത്തിനോട് എനിക്ക് ഭയങ്കര ഇതാണ്. പക്ഷെ വൈറ്റ് കളർ ഡിജെയുടെ കൂടെ കൊടുക്കായിരുന്നു ബാഗിൽ കാണുന്ന മറ്റേ ഇവിടെ അല്ലേ. അഭിജിത്ത് ടെക്നോളജിയുമായിട്ട് വളരെ ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളാണ്. എന്ത് പുതിയ ടെക്ക് ഇറങ്ങിയാലും അത് പരീക്ഷിച്ച് നോക്കാനൊക്കെ താല്പര്യമുള്ള ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ഡ്രോൺ വാങ്ങിച്ചതിൽ അവൻ ഹാപ്പിയാണ്. അവൻ എന്നെ വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സാലിയും അതിൻ്റെ കൂടെ ചേർന്നിട്ട് അത് കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ പൈസ പോയ സങ്കടത്തിലാണ്. 800 പൗണ്ട് ഇതിന് കുറവല്ല എന്നാണ് അഭിജിത്തിൻ്റെ അഭിപ്രായം. കാരണം പഴയ ഡ്രോണിനേക്കാൾ ഒരുപാട് കേപ്പബിലിറ്റിയുള്ള ഡ്രോണാണിത്. ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യമുണ്ട്. ഇത് ക്യാമറയാണോ ഈ സൈഡില്? ഈ സെൻസർ. ഞാൻ ഈ ഫോട്ടോയില് കണ്ടപ്പോ നന്നായി. അത് എന്തുകൊണ്ടും ബെറ്ററാ. സാറേ 800 പൗണ്ടിന്റെ മുതലുണ്ട് കേട്ടാ. കൊടുക്കണ്ടെന്നാ നീ പറയുന്നത്? അയ്യോ, എനിക്ക് ചിക്കന്റെ കൈ മടക്കി വെച്ച പോലെ തോന്നുന്നു. ഇതിന്റെ ലീവ്സ് ഉണ്ടല്ലോ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കറക്കിട്ട് എന്തോ. മറ്റേതും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? നിനക്ക് ആ ഡ്രോൺ തൊട്ട് നോക്കാൻ പോലും കിട്ടിയില്ലേ? അവൻ കയ്യിൽ വെച്ചായിരുന്നു. അതെടുക്കണം. പക്ഷെ എനിക്ക് മറ്റേതാണ് ഇഷ്ടം. ഇത് ക്യൂട്ട്നെസ് ഇല്ല. ക്യൂട്ട്നെസ് കാണണമെങ്കിൽ നീ എന്നെ നോക്കിയാൽ മതി. ക്യാമറ കാണിച്ച
ഇതൊരുമാതിരി മറ്റേ ജോക്കറിന്റെ മുഖം പോലുണ്ടല്ലോ, മറ്റേ ക്ലൗണിന്റെ. ഇതൊരു പേടിപ്പിക്കുന്ന ഡ്രാഗൺ ഫ്ലൈയുടെ മറ്റേത് ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ പണം പോട്ടെ പവർ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ സുഖമായി ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി നാളെ രാവിലെ ഫ്രഷായിട്ട് അടുത്ത ദിവസത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന പ്ലാനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ 3-ാമത്തെ ദിവസത്തിൻ്റെ യാത്രയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.